നമ്മുടെ പരിചയത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം പേഷ്യൻസ് ഉണ്ട്. സ്ഥിരമായിട്ട് ഡോക്ടറെ മാറി മാറി കാണിക്കും. അതിന് കാരണം അവരുടെ അടുത്ത് തന്നെയുണ്ട്. അവർ പറയും ഈ ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. പക്ഷെ അവരുടെ കംപ്ലയിൻസ് ഒരിക്കലും മാറുന്നില്ല. ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ, അല്ലെങ്കിൽ ഒരു കൂട്ടം കംപ്ലയിൻസിനെ മെഡിക്കലി പറയുന്നതാണ് ഫൈബ്രോമയാൾജിയ അല്ലെങ്കിൽ ക്രോണിക് ഫറ്റീഗ് സിൻഡ്രോം. നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഫൈബ്രോമയാൾജിയെ കുറിച്ച് നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻ്റ് എന്നും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്ക് അവിടെ വേദന, ഇവിടെ വേദന, എൻ്റെ വേദനകളൊന്നും മാറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു. ഡോക്ടർ പറഞ്ഞ കംപ്ലയിൻറ്റ്സ് ഒക്കെ കേട്ടിട്ട് ബ്ലഡ് ടെസ്റ്റിന് വേണ്ടി വിടുന്നു, അല്ലെങ്കിൽ മറ്റ് പല പരിശോധനകൾക്കും വിടുന്നു. പരിശോധനയുടെയൊക്കെ റിസൾട്ട് വരുമ്പം എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും. അപ്പം പക്ഷേ അവർക്ക് ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി യാതൊരുവിധ റിലീഫ് കിട്ടുന്നില്ല. അവരടുത്ത ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു. ഡോക്ടറും ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുന്നു. അവർക്ക് ആ ഒരു കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഇങ്ങനെ വരുന്ന ഒരു പേഷ്യൻസിനെ നമ്മളെല്ലാവരും കാണാറുണ്ട്. ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന പലരും അങ്ങനെയായിരിക്കും. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ എല്ലാ ഫിസിക്കൽ സിംപ്റ്റംസ് അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും രോഗാവസ്ഥയിലോട്ട് പോകാനുള്ള ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലാത്തതുകൊണ്ടാണ്. ഈ മൈൻഡിൽ നിന്നാണ് നമ്മുടെ എല്ലാ അസുഖങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് തലവേദന എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ശരീരത്തിന് വേദന വരുന്നു, ശരീരത്തിന് ക്ഷീണം വരുന്നു, മെൻ്റലി ഭയങ്കര സ്ട്രെസ്സ് വരുന്നു. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം, അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ മെൻ്റൽ സ്ട്രെസ്സ്, ടെൻഷനൊക്കെ പറയാറുണ്ട്. ഇപ്പം വേറൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നമുക്ക് ശോധന ഒരു ദിവസം കൃത്യമായിട്ട് നടന്നിട്ടില്ല, നമുക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി മോഷൻ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ, ഇതൊക്കെ അതായത് നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സും മെൻ്റലി ഭയങ്കര ഡിപ്പെൻഡഡ് ആണ്. ഇത് തന്നെയാണ് ഇവിടെ ഈ ഒരു കണ്ടീഷനിൽ നടക്കുന്നത്. മെൻ്റലി എത്ര വീക്ക് അല്ലെങ്കിൽ ഹെൽത്തി അല്ലാത്ത ആൾക്കാരിലാണ് കൂടുതലും ഈ ഒരു സിംറ്റംസ് കാണുന്നത്. കൂടുതലും സ്ത്രീകൾക്കാണ് ഈ ഒരു പ്രശ്നം കാണാറ്. ഒരു ഡോക്ടറെ കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പല ഘടകങ്ങളുണ്ട് ഈ ഒരു ഫൈബ്രോമയാൾജിയയിൽ. ഒന്നാമത് പറയുകയാണെങ്കിൽ ഈ മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ തന്നെ, മെൻ്റൽ അല്ലെങ്കിൽ മൈൻഡ് വെൽബീൻ ആണ്. ഇനി രണ്ടാമത് പറയാൻ ജനിതക ഘടകങ്ങൾ, നമ്മുടെ എന്തെങ്കിലും ഒരു പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ ചില ഒരു ഫെമിലിയൽ ടെൻഡൻസി ഉണ്ടെങ്കിൽ. മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ന്യൂറോളജിക്കൽ സിംറ്റംസ് കാണിക്കാറുണ്ട്. അതായത് നാഡികളെ സംബന്ധിച്ചിട്ട് ചിലപ്പോൾ അവർക്ക് വേദനയായിട്ടോ തരിപ്പായിട്ടോ ഒക്കെ ആയിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യുക. മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതിക ഘടകമാണ്, നമ്മുടെ എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫൈബ്രോമയാൾജി ഉള്ള മിക്ക പേഷ്യൻസും പറയുന്നതാണ്, അവർക്ക് കൂടുതലും ജോയിൻറ്റ് പെയിൻസ് ആയിരിക്കും പറയാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ മസിൽ പെയിൻസ് ആണ്. അവിടെ വേദന, ഇവിടെ വേദന, കാലിന് വേദന, നെഞ്ചിന് വേദന, വയറുവേദന, ഇങ്ങനെ പല 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 സിംറ്റംസ് ആയിരിക്കും. നോർമലി ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിന് ഓരോ സിസ്റ്റത്തിനും ഓരോ ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ വയറ് അല്ലെങ്കിൽ ആണെങ്കിൽ നമ്മൾ ഗ്യാസ്ട്രോ, ഇപ്പോൾ കാലിന് തരിപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വേഗം ന്യൂറോനെ കാണിക്കും. ഇപ്പം ജോയിൻറ്റ് പെയിൻ ആണെങ്കിൽ റുമറ്റോളജി വിഭാഗത്തിൽ കാണിക്കും. അങ്ങനെ ഓരോരോ സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ ഈ പേഷ്യൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കാലിന് വേദനയ്ക്ക് വേണ്ടി ഒരു ഡോക്ടറെ കാണുന്നു, കയ്യിലെ തരിപ്പിന് വേണ്ടി വേറൊരു ഡോക്ടറെ കാണുന്നു, വയറുവേദനയ്ക്ക് വേണ്ടി വേറൊരു ഡോക്ടറെ കാണുന്നു. പക്ഷേ ഈ ഒരു പേഷ്യൻ്റ് ഒരിക്കലും മനസ്സിലാക്കില്ല. കാരണം ഇതെല്ലാ സിസ്റ്റവും കൂടി അണ്ടർ കൺട്രോൾ ആയിട്ട് നമ്മുടെ ഒരു മനസ്സിലാണ്. നമ്മൾ നോർമലി കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡോക്ടറെ കാണിക്കുക. ഒരു ഡോക്ടറുടെ തന്നെ എല്ലാ കംപ്ലയിൻസും പറയുകയാണെങ്കിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇതൊരു ഫൈബ്രോമയാൾജി കേസാണ്. അപ്പം ഈ ഡോക്ടേഴ്സിനെ കണ്ടിന്യൂസ്ലി മാറുന്നതിന് പകരമായിട്ട് ഒരു ഡോക്ടറെ തന്നെ ഫിക്സ് ചെയ്ത് ആദ്യം തന്നെ കാണാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഈ ഒരു കംപ്ലയിൻറ്റ്സ് കംപ്ലീറ്റ്ലി മാറാൻ പറ്റുള്ളൂ. ഫൈബ്രോമയാൾജി ഉള്ള ഒരു പേഷ്യൻസ് നോർമലി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവർ ഞാൻ പറഞ്ഞതുപോലെ ജോയിൻറ്റ് പെയിൻസ് ആണ് കൂടുതലായിട്ടും കാണിക്കുക. അപ്പം നമ്മൾ ജോയിൻറ്റ് പെയിൻസ് അല്ലെങ്കിൽ ഇപ്പോൾ മുട്ട് വേദനയാണെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെയുള്ള എക്സാമിനേഷൻസ് ഒക്കെ ചെയ്യും. എക്സാമിനേഷൻ കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ എക്സ്റേക്ക് വിടും. പക്ഷേ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരിക്കും. ഇനി ചിലപ്പോൾ അവർക്ക് വേറൊരു ദിവസം കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അടുത്തൊരു പെയിൻ ആയിരിക്കും പറയാം. നെഞ്ച് വേദനയായിട്ടോ വയറുവേദനയായിട്ടോ. ചിലപ്പോൾ അത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലും അവർക്കത് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അവർ പറയുന്നത് വേറെ എന്തോ ഒരു അസുഖമാണ്, അല്ലെങ്കിൽ എന്തോ രോഗം വരാൻ പോകുന്നതിൻ്റെ മുൻപാണ് എന്നൊക്കെയാണ് അവർ കംപ്ലയിൻറ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആ പേഷ്യൻസിനോട് കൂടുതൽ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു കോസ് അവിടെ കാണും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് വന്നതിന് ശേഷമായിരിക്കും. ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ഒരു നഷ്ടം ഉണ്ടാകും. ഭർത്താവിൻ്റെയോ മക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ ആരുടെയും ഒരു നഷ്ടം ഉണ്ടായതിന് ശേഷമായിരിക്കും ഈ ഒരു കംപ്ലയിൻറ്റ്സ് ഒക്കെ അവർക്ക് തുടങ്ങിയിട്ടുണ്ടാവുക. ഇതല്ലാതെ തന്നെ ചില ഇൻഫെക്ഷൻസിൻ്റെ ഭാഗമായിട്ട്, ചിലപ്പം ചിക്കൻ ഗുനിയ, കോവിഡ് ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് പേഷ്യൻസിന് ഈ ഒരു കംപ്ലയിൻറ്റ് കാണാൻ കാരണം തന്നെ കോവിഡിൻ്റെ കാലത്തൊക്കെ നമ്മൾ കൂടുതലും അകത്ത് തന്നെ ഇരിക്കുന്നു. അപ്പോൾ അതിനുണ്ടാവുന്ന ആ ഒരു പാനിക് സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന മെൻ്റൽ സ്ട്രെസ് ഒക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരിൽ ഈ ഒരു ടെൻഷൻ കയറിയതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് ഇന്ന് ഫൈബ്രോമയാൾജി കാണിക്കാറുണ്ട്. അപ്പം ഈ ഒരു കോസ് അവരിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇങ്ങനെ ഒരു കോസ് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം അവർക്ക് ഒരു മെൻ്റൽ സ്ട്രെസ്, ടെൻഷൻ്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും ആ കേസസ് ഒക്കെ ഫൈബ്രോമയാൾജി ആയിരിക്കും.
നോർമലി ഇങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് വെൽബീൻ ആണ് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്. അതായത് അവർ മെന്റലി ഓക്കെ ആണ്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ആരുടെയും ഒരു നഷ്ടമൊക്കെ ആവണമെങ്കിലും ഒരു പരിധി കൂടുതൽ അവർക്ക് ഒരുപാട് മെന്റൽ സപ്പോർട്ട് കൊടുക്കുക. മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നതിനോടൊപ്പം അവരുടെ ആ ഒരു ഫിസിക്കൽ ട്രീറ്റ്മെന്റ് കൂടി നടത്തുക. ചിലപ്പം അവർക്ക് ഒരു എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ, ഒരു ഓയിൽമെന്റ് കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു അസുഖം മാറിയെന്ന് വരും. പക്ഷെ അവർക്ക് മെന്റൽ സപ്പോർട്ടാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഹോമിയോപ്പതി ചികിത്സയിലോട്ട് വരുമ്പോൾ എത്രത്തോളം ഒരു ഫിസിക്കൽ സിംറ്റംസ് അല്ലെങ്കിൽ ഒരു ഡിസീസ് കണ്ടീഷൻ ആണെങ്കിൽ അത്രത്തോളം ഒരു മൈൻഡിനെ കൂടി കൺസിഡർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫൈബ്രോമയാൾജിയ പോലെയുള്ള കേസുകൾക്ക് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സയുമുണ്ട്. മെന്റൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ മാത്രമേ, ഇപ്പം നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊരു സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അവർക്ക് മെന്റൽ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ തന്നെ ഈ കംപ്ലയിൻസ് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. ഇനി മറ്റൊരു കൂട്ടം ആൾക്കാർ കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വയറുവേദന. എവിടെയെങ്കിലും പോകാൻ പറയുമ്പോഴേക്കും അവർക്ക് ബാത്റൂമിൽ പോകണം എന്നുള്ളൊരു തോന്നൽ. ചില ദിവസം വയറിളക്കമായിട്ട് പ്രസന്റ് ചെയ്യുക, മറ്റ് പല ദിവസം മലബന്ധമായിട്ട് പ്രസന്റ് ചെയ്യുക, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ കാണിക്കുക. അതായത് IBS ഉള്ള രോഗികളെ പോലെ തന്നെ പ്രസന്റ് ചെയ്യാറുണ്ട്. ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അവർക്ക് പ്രസന്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവരിലും കാണിക്കാറുണ്ട്. അപ്പൊ അവർക്കും ആ ഒരു ഭക്ഷണത്തിലൊക്കെ ഉള്ള ഒരു നിയന്ത്രണം, ഇടവിട്ടുള്ള നേരങ്ങളിൽ മാത്രം ഭക്ഷണം കൊടുക്കുക, ഒരുപാട് ഫൈബർ അടങ്ങിയ ഭക്ഷണം കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനോട് ഒരു മെന്റൽ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ഒരു പരിധി വരെ നമുക്ക് ഫൈബ്രോമയാൾജിയ പോലുള്ള കേസുകൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഇതോടൊപ്പം തന്നെ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. എക്സ്റേസ് വേണ്ട കേസാണെങ്കിൽ അത് ചെയ്യുക. ഇപ്പോൾ റൊമറ്റോയിഡ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റ് പല ടെസ്റ്റുകൾ ചെയ്യേണ്ട കേസസ് ആണെങ്കിൽ അതുപോലെ തന്നെ ടെസ്റ്റുകൾ കൂടി ചെയ്ത് ഉറപ്പുവരുത്തുക ഇതൊരു ഫൈബ്രോമയാൾജി കേസ് ആണെന്ന്. ഇനി ഫൈബ്രോമയാൾജിയുടെ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. മാനേജ്മെന്റ് സൈഡിലോട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പേഷ്യൻസിന്റെ ബോഡി വെയിറ്റ് നോക്കുക. കൂടുതലും ഈ ശരീരഭാരം കൂടുതലുള്ളവർക്കാണ്, അതായത് ഹൈറ്റിനേക്കാളും കൂടുതൽ ശരീരഭാരം ഉണ്ടെങ്കിൽ അവർക്കാണ് കൂടുതലും ഈ ഫൈബ്രോമയാൾജിയ കേസുകൾ കാണുക. അപ്പോൾ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറയാം. എത്രയാണോ നമ്മുടെ ഉയരമെങ്കിൽ അതിനനുസരിച്ച് ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്യാം. ഇപ്പം എത്രയാണ്, ഇപ്പം 175 നിങ്ങളുടെ ഹൈറ്റ് എങ്കിൽ, 175 സെന്റിമീറ്റർ ആണ് നിങ്ങളുടെ ഹൈറ്റ് എങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് ഒരു 75 കിലോയിൽ നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ഹൈറ്റിൽ നിന്ന് 100 കുറയ്ക്കുന്നതായിരിക്കണം നിങ്ങളുടെ ബോഡി വെയിറ്റ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക. അത് ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡ്രോഫിൻ എന്ന് പറയുന്ന ഹോർമോൺ ഒരു ഹാപ്പി ഹോർമോൺസ് ആണ്. പൊതുവേ ഈ ഫൈബ്രോമയാൾജിയ പോലെയുള്ള കേസിലുള്ളവർക്ക് എൻഡ്രോഫിൻ ഹോർമോണിന്റെ ലെവൽ വളരെ കുറവായിരിക്കും. ഇങ്ങനെ എക്സസൈസ് ചെയ്താൽ ഒരു പരിധി വരെ നിങ്ങളുടെ ഹോർമോൺ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതുവഴി നമുക്ക് കുറച്ചുകൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കാനും പറ്റും. ഇനി ഉറക്കം കൃത്യമാണോ എന്ന് നോക്കുക. മിക്ക പേഷ്യൻസിനെ എടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഉറക്കം കുറവായിരിക്കും. ഒന്നെങ്കിൽ അവർക്ക് ഉറങ്ങാൻ ലേറ്റ് ആവും, ചില ആൾക്കാർക്ക് നല്ലപോലെ ഉറക്കം തുടക്കത്തിലുണ്ടാവും, പിന്നീട് അത് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ചിലർ നേരത്തെ എണീക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഉറക്കം കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ട ടിപ്സ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു വ്യായാമം ചെയ്യുക. വൈകുന്നേരം തന്നെ ചെറു ചൂടുവെള്ളത്തിൽ തന്നെ എണ്ണ തേച്ച് കുളിക്കുക. അങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കുക. മാക്സിമം ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗമൊക്കെ ഉറങ്ങാനുള്ള ടൈമിൽ ഒഴിവാക്കുക. ചെറു ചൂട് പാല് കുടിക്കുക, ഒരു ഗ്ലാസ് എങ്കിലും. അപ്പം നമുക്ക് നല്ലപോലെ ഉറക്കം കിട്ടും. അത് നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി യോഗ, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാം. പുകവലി പോലെയുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പുകവലിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കഴിവതും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം പുക അധികമായിട്ട് എടുക്കുകയാണെങ്കിൽ ടുബാക്കോയിൽ അല്ലെങ്കിൽ നിക്കോട്ടിൻ്റെ ഒക്കെ പ്രസൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ മറ്റ് കോശങ്ങൾക്കൊന്നും വേണ്ട രീതിയിൽ ഓക്സിജൻ കിട്ടാതെ വരികയും അത് പിന്നീട് നമുക്ക് ഒരു ഓക്സിജൻ കറക്റ്റ് അല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് കോശങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാതെ വരികയും അങ്ങനെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ശീലമുള്ളവർ കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ കൃത്യമായ ഒരു വ്യായാമം കൂടിയുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി ഈ ഒരു ഫൈബ്രോമയാൾജി കേസ് ആണെങ്കിൽ നമ്മൾ കൂടുതലും ആ ഒരു പ്രഷർ പോയിന്റ്സ് നമ്മുടെ ശരീരത്തിൽ പൊതുവേ നമ്മൾ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ 18 പ്രഷർ പോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പം അതിലുണ്ടാവുന്നതിൽ ഒരു 11 എണ്ണത്തിൽ കൂടുതൽ പെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഫൈബ്രോമയാൾജി കേസ് ആയിട്ട് പറയാറ്. നോർമലി നമ്മുടെ ബോഡിയിൽ മൊത്തം പ്രഷർ പോയിന്റ്സ് അല്ലെങ്കിൽ ടെൻഡർ പോയിന്റ്സ് എന്ന് പറയുന്നത് 18 എണ്ണമാണ്. അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് തലയോട്ടിയിൽ 2 എണ്ണം ഉണ്ട്. പിന്നെ നമ്മുടെ കഴുത്ത് അല്ലെങ്കിൽ ഷോൾഡർ ആ ഒരു ഏരിയയിൽ മൊത്തം 8 എണ്ണമായിട്ട് പറയുന്നുണ്ട്. എൽബോയിൽ കൈയിൻ്റെ മുട്ടിൻ്റെ അവിടെ 2 എണ്ണം പ്രസന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബട്ടക്സ് നമ്മൾ ഇരിക്കുന്ന ആ ഒരു ഏരിയയിലായിട്ട് മൊത്തം 4 എണ്ണവും കാൽമുട്ടിൽ 2 എണ്ണം, ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് മൊത്തം 18 എണ്ണം ഉണ്ട്. ഈ ഒരു 18 ടെൻഡർ പോയിന്റ്സ് അല്ലെങ്കിൽ പ്രഷർ പോയിന്റ്സിൽ 11 എണ്ണത്തിലും ഒരു 3 മാസത്തിലും അധികമായിട്ട് നിൽക്കുന്ന പെയിൻ ആണ്. പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ മറ്റ് പരിശോധനകൾക്കൊക്കെ നെഗറ്റീവ് റിസൾട്ട്സ് ആണെങ്കിൽ നമ്മൾ ആ ഒരു കംപ്ലയിൻസിനെയാണ് ഫൈബ്രോമയാൾജി എന്ന് പറയാം. ഒരു 3 മാസത്തിലും അധികമായിട്ട് ഇതേ കംപ്ലയിൻസ് വിത്ത് മെന്റൽ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാറ്റഗറിയിലോട്ടാണ് ഈ ഒരു കംപ്ലയിൻസിനെയൊക്കെ വിടാറ്. ഇങ്ങനത്തെ കംപ്ലയിൻസ് ഒക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ടേഷൻ എടുക്കാൻ വേണ്ടി നോക്കുക. വീണ്ടും ഈ ഒരു ഡോക്ടർ പറയുന്നത് തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഡോക്ടർ നിങ്ങളുടെ വെൽബീൻ അല്ലെങ്കിൽ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും പറയുക, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ പറയും.
വലുതായിട്ടൊന്നും ഈ ഒരു ഫൈബ്രോമയാൾജിക് കേസസിന് ഭക്ഷണത്തിന് വലിയ ഡിപ്പെൻഡൻസ് ഇല്ല. പക്ഷേ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി മാക്സിമം നിങ്ങൾ അന്നജത്തിന്റെ അളവും മധുരത്തിന്റെ അളവും ഉപ്പിന്റെ അളവ് കുറയ്ക്കുക. പകരം കൂടുതലായിട്ടും പ്രോട്ടീൻസ് കഴിക്കുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ നല്ലപോലെ കട്ട് ചെയ്ത് ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുക. നല്ലപോലെ വെള്ളം കൂടി കുടിക്കുക. കൃത്യമായ ഒരു വ്യായാമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഈ പറഞ്ഞ കംപ്ലയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്യാനും പറ്റും. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.